അസ്സലാമലൈക്കും. നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ നമ്മളൊരു കൺഫ്യൂഷനിലായി പോകാറില്ലേ? പ്രത്യേകിച്ച് നീതി വേണോ അതോ ദയ വേണോ എന്ന് തീരുമാനിക്കേണ്ടി വരുമ്പോ. അപ്പൊ ഖുറാനിന്റെ 7ാമത്തെ ജ്യൂസ് ഉണ്ടല്ലോ, അത് നമ്മളെ ഈ വലിയ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവാണ്. ദൈവിക കാരുണ്യത്തിന്റെയും നീതിയുടെയും ആഴങ്ങളിലേക്ക് നമുക്കൊരുമിച്ചൊന്ന് യാത്ര ചെയ്യാം. ശരി, നമുക്കൊരു നിമിഷമൊന്ന് ആലോചിച്ചു നോക്കിയാലോ. നിങ്ങൾക്കൊരു അധികാരം കിട്ടുന്ന ഒരു സാഹചര്യം, അത് വീക്കിലാവാം, ഓഫീസിലാവാം, എവിടെയുമാവാം. അപ്പൊ നിങ്ങളുടെ മുന്നിലൊരു തെറ്റ് ചെയ്ത ആൾ നിൽക്കുകയാണ്. നിങ്ങൾ എന്തു ചെയ്യും? ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ നിയമം നടപ്പാക്കുമോ? അതോ ഒരു ചാൻസ് കൂടി കൊടുത്ത് കരുണ കാണിക്കുമോ? ഇത് നമ്മളെല്ലാവരും എപ്പോഴെങ്കിലുമൊക്കെ ഫേസ് ചെയ്യുന്ന ഒരു ചോദ്യം തന്നെയല്ലേ? ഇതിന് ഖുറാൻ എന്താണൊരു വഴികാട്ടി തരുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കേ, അപ്പൊ നമുക്ക് ഈ വിഷയത്തിലേക്ക് കുറച്ചുകൂടെ ആഴത്തിലേക്ക് പോകാം. ഏറ്റവും വലിയ അധികാരി അല്ലേ? എല്ലാ അധികാരത്തിനും മുകളിലുള്ള അല്ലാഹു നമുക്കെല്ലാവർക്കും വേണ്ടി വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. അതെന്താണെന്നല്ലേ നമുക്ക് കാണാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച ആ റബ്ബിനോട് ആർക്കെങ്കിലും എന്തെങ്കിലും കൽപ്പിക്കാൻ പറ്റുമോ? ഒരു ചാൻസുമില്ല. എന്നിട്ടും അവൻ സ്വയം തന്റെ മേൽ കരുണ ഒരു ബാധ്യതയായിട്ട് എഴുതി വെച്ചിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ അവനതിന്റെ ഒരു ആവശ്യവുമില്ലായിരുന്നു, അല്ലേ? ഇത് നമ്മളോടുള്ള അവന്റെ സ്നേഹം എത്ര വലുതാണെന്നാണ് കാണിക്കുന്നത്. നമുക്ക് വേറൊരു രീതിയിൽ ചിന്തിക്കാം. അല്ലാഹു നമ്മളെ അവന്റെ നീതി വെച്ച് മാത്രം അളന്നിരുന്നെങ്കിൽ എന്താവുമായിരുന്നു? ഒന്നാലോചിച്ചു നോക്കിയേ. നമുക്ക് കിട്ടിയ കണ്ണിന്റെ അനുഗ്രഹം മാത്രം ഒരു ത്രാസിന്റെ ഒരു തട്ടിൽ വെക്കുക. എന്നിട്ട് മറുതട്ടില് നമ്മുടെ ജീവിതകാലം മുഴുവൻ ചെയ്ത ഇബാദത്തുകളും വെക്കുക. ആ ഒരൊറ്റ അനുഗ്രഹത്തിന് ഇത് പകരമാകുമോ? ഒരിക്കലുമില്ല. അപ്പോ സ്ട്രിക്റ്റ് ജസ്റ്റിസിന്റെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ നമ്മളൊക്കെ തോറ്റുപോവില്ലേ? അവിടെയാണ് അവന്റെ കാരുണ്യം നമുക്കൊരു രക്ഷയായി വരുന്നത്. ഈയൊരു ഐഡിയ ഉണ്ടല്ലോ, അതിനെ ഒന്നും കൂടി ഉറപ്പിക്കുന്ന, കേൾക്കാൻ തന്നെ ഒരു കുളിരുള്ളൊരു ഹദീസുണ്ട്. എന്റെ കാരുണ്യം എന്റെ കോപത്തെ മറികടന്നിരിക്കുന്നു. ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, അല്ലാഹുവിന് കോപമുണ്ട്, നീതി നടപ്പാക്കാനുള്ള കഴിവുണ്ട്, എല്ലാമുണ്ട്. പക്ഷെ അതിനെല്ലാത്തിനും മുകളിൽ നിൽക്കുന്നത് അവന്റെ റഹ്മത്താണ്, അവന്റെ കാരുണ്യമാണ്. ശരി, അപ്പോ ഈ പറയുന്ന ദൈവിക കാരുണ്യം അതെങ്ങനെയാണ് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ അനുഭവിക്കുന്നത്? നമുക്കതിന്റെ പല ഭാവങ്ങളിലേക്ക് ഒന്ന് നോക്കാം. നോക്കൂ, അല്ലാഹുവിന്റെ കാരുണ്യത്തിന് ഒരുപാട് മുഖങ്ങളുണ്ട്. ഒന്നാമത്തേത്, നമ്മളൊരു തെറ്റ് ചെയ്യുമ്പോൾ അവൻ നമ്മളെ അപ്പോൾ തന്നെ പിടികൂടുന്നില്ല എന്നതാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ, പ്രവാചകന്റെ ഏറ്റവും പ്രിയപ്പെട്ട പിതൃവ്യനായ ഹംസ റളിയല്ലാഹുവിനെ കൊലപ്പെടുത്തിയ വഹ്ഷിക്ക് പോലും ഖേദിച്ചു മടങ്ങാനും ഇസ്ലാം സ്വീകരിക്കാനും അല്ലാഹു അവസരം കൊടുത്തു. അതുപോലെ തന്നെ നമുക്ക് വരുന്ന പ്രയാസങ്ങളില്ലേ, ഒരു ചെറിയ തലവേദന പോലും നമ്മളതിൽ ക്ഷമിച്ചാൽ നമ്മുടെ പാപങ്ങൾ മായ്ക്കാനുള്ള ഒരു കാരണമാക്കിയവൻ മാറ്റുന്നു. സുബ്ഹാനല്ലാഹ്, എത്ര വലിയൊരു കാരുണ്യമാണിത്! അപ്പോ ഇതിൽ നിന്നൊക്കെ നമുക്ക് പഠിക്കാനുള്ള ഏറ്റവും വലിയ പാഠമെന്തായിരിക്കും? നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു ചെറിയ അധികാരം കിട്ടുമ്പോൾ, അത് വീട്ടിലാകട്ടെ, ജോലിസ്ഥലത്താകട്ടെ, കൂട്ടുകാരുടെ ഇടയിലാകട്ടെ, നമ്മൾ എങ്ങനെയാണ് പെരുമാറുന്നത്? പ്രവാചകൻ പറഞ്ഞ ആ വാക്ക് നമ്മളെപ്പോഴും ഓർക്കണം. ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുക, എങ്കിൽ ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും. അല്ലാഹുവിന്റെ കാരുണ്യം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് അത് കൊടുക്കാൻ തുടങ്ങണം. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരുപക്ഷെ ഈ കാരുണ്യത്തിന്റെ നേരെ ഓപ്പോസിറ്റ് എന്ന് തോന്നാവുന്നൊരു കാര്യത്തെക്കുറിച്ചാണ്: ഭയം. പക്ഷേ കേൾക്കുമ്പോൾ പേടിക്കണ്ട. ഇവിടെ നമ്മൾ പറയുന്ന ഭയം ഒരു വീക്ക്നെസ് അല്ല, മറിച്ച് ശരിയായ കാര്യങ്ങൾ ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന, നമുക്ക് ശക്തി തരുന്ന ഒരു മോട്ടിവേഷനാണ്. ഖുർആൻ പറയുന്ന ഈ ആയത്ത് നോക്കൂ. ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് വേറൊരു ലെവലിലുള്ള ഭയത്തെക്കുറിച്ചാണ്. എന്താണത്? നമ്മുടെ റബ്ബിനെ, നമ്മുടെ സൃഷ്ടാവിനെ അനുസരിക്കാതിരുന്നാൽ ആ ഭയാനകമായ വിചാരണ ദിവസം അവനെ എങ്ങനെ നേരിടുമെന്നുള്ള ഭയം, അവനെ നിരാശപ്പെടുത്തുമോ എന്നുള്ള ഭയം. നമുക്ക് ഭയത്തെ രണ്ടായിട്ട് തിരിക്കാം. ഒന്ന്, ഈ ലോകത്തുള്ള ഭയങ്ങൾ, അതായത് ബോസിനെ പേടി, നാട്ടുകാരെ പേടി, നഷ്ടപ്പെടുമോ എന്നുള്ള പേടി. ഇതൊക്കെ പലപ്പോഴും നമ്മളെ സത്യം പറയുന്നതിൽ നിന്നും ശരി ചെയ്യുന്നതിൽ നിന്നും പിന്നോട്ട് വലിക്കും, അല്ലേ? പക്ഷെ രണ്ടാമത്തെ തരം ഭയം അല്ലാഹുവിനോടുള്ള ഭയമാണ്. അത് നമ്മളെ ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുക. അത് നമുക്ക് ധൈര്യം തരും. കാരണം ഈ ലോകത്ത് എന്ത് നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല, എന്റെ റബ്ബിന്റെ തൃപ്തി നഷ്ടപ്പെടുത്താൻ പാടില്ല എന്ന ചിന്ത നമ്മളെ ശരിയുടെ വഴിയിൽ അങ്ങ് ഉറപ്പിച്ചു നിർത്തും. ഇതിനൊരു ഉഗ്രൻ ഉദാഹരണമുണ്ട്. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾ തന്റെ അടിമയെ അടിക്കുന്നത് കണ്ടു. പ്രവാചകൻ ദേഷ്യപ്പെടുകയോ ശകാരിക്കുകയോ ഒന്നുമല്ല ചെയ്തത്. പകരം അയാളോട് വളരെ ശാന്തമായിട്ടൊരു കാര്യം പറഞ്ഞു: അറിയുക, നിനക്ക് ഈ അടിമയുടെ മേലുള്ള കഴിവിനേക്കാൾ എത്രയോ വലുതാണ് നിന്റെ മേൽ അല്ലാഹുവിനുള്ള കഴിവ്. ആ ഒരൊറ്റ ഓർമ്മപ്പെടുത്തൽ മതിയായിരുന്നു അയാളുടെ കയ്യിലെ വടി താഴെയിടാൻ. കണ്ടോ, അതാണ് തഖ്വ എന്ന് പറയുന്ന
അല്ലാഹുവിനെക്കുറിച്ചുള്ള ബോധത്തിന്റെയും ഭയത്തിന്റെയും ശക്തി. അപ്പൊ നമ്മള് ഇത്രയും നേരം സംസാരിച്ച കാരുണ്യം പിന്നെ ഭയം, ഈ രണ്ട് ആശയങ്ങളും ഒരുമിച്ച് വരുന്ന ഒരു നിർണായക ദിവസമുണ്ട്. ആ ദിവസത്തെക്കുറിച്ചാണ് നമ്മളിനി സംസാരിക്കാൻ പോകുന്നത്. വിധിനാൾ. നമ്മളൊക്കെ ഈ ലോകത്ത് ഒരുപാട് വിജയങ്ങളെക്കുറിച്ച് സംസാരിക്കും, അല്ലേ? പരീക്ഷയിലെ വിജയം, ബിസിനസ്സിലെ വിജയം. പക്ഷെ എന്താണ് യഥാർത്ഥ വിജയം? ഖുർആൻ അതിന് വ്യക്തമായൊരുത്തരം തരുന്നുണ്ട്. ആ ദിവസം, ആ വിധിനാളിൽ നരകശിക്ഷയിൽ നിന്ന് ആരെയാണോ മാറ്റി നിർത്തുന്നത്, അവനാണ് യഥാർത്ഥ വിജയി. അതാണ് അൽ ഫൗസുൽ മുബീൻ എന്ന് ഖുർആൻ പറഞ്ഞത്. വ്യക്തമായ ഏറ്റവും വലിയ വിജയം. ആ വിജയം കിട്ടണമെങ്കിൽ ഒരൊറ്റ വഴിയേയുള്ളൂ, അത് അല്ലാഹുവിന്റെ കാരുണ്യമാണ്. ഇനി പറയാൻ പോകുന്നത് കേട്ടാൽ ഒരുപക്ഷെ നമ്മളെ ഞെട്ടിപ്പോകും. പ്രവാചകൻ പഠിപ്പിക്കുകയാണ്, ഈ ലോകത്ത് നമ്മളെ കാണുന്ന എല്ലാ കാരുണ്യവും ഉണ്ടല്ലോ, ഒരു ഉമ്മയ്ക്ക് തന്റെ കുഞ്ഞിനോടുള്ള വാത്സല്യം, മൃഗങ്ങൾക്ക് അവയുടെ കുഞ്ഞുങ്ങളോടുള്ള സ്നേഹം, മനുഷ്യർക്കിടയിലുള്ള ദയ, ഇതെല്ലാം കൂടി ചേർത്താൽ അത് അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ 1% മാത്രമേ ഉള്ളൂ. വെറും 1%. ബാക്കിയുള്ള 99% അവൻ മാറ്റിവെച്ചിരിക്കുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ആ അന്ത്യനാളിലേക്കാണ്. സുബ്ഹാനല്ലാ. ഈയൊരു ചിന്തയ്ക്ക് റമദാനിൽ വലിയ പ്രാധാന്യമുണ്ട്. നമ്മൾ നോമ്പെടുക്കുന്നത്, പ്രാർത്ഥിക്കുന്നത് എന്തിനാണ്? ഈ ദുന്യാവിൽ എന്തെങ്കിലും കിട്ടാൻ വേണ്ടി മാത്രമാണോ? അല്ല, അതിനേക്കാൾ എത്രയോ വലുതാണ് നമ്മുടെ ലക്ഷ്യം. അല്ലാഹുവിന്റെ മഗ്ഫിറത്തും റഹ്മത്തും, അതായത് അവന്റെ പാപമോചനവും കാരുണ്യവും നേടിയെടുക്കുക. അതാണ് യഥാർത്ഥ വിജയം. ശരി, അപ്പോ ഇത്രയും നേരം നമ്മൾ കേട്ട് ഈ വലിയ കാര്യങ്ങളൊക്കെ വെറും അറിവായിട്ട് നിന്നാൽ മതിയോ? പോരാ. ഇതൊക്കെ എങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കാം, കാരുണ്യത്തെ എങ്ങനെ ഒരു ജീവിത രീതിയാക്കാം എന്ന് നമുക്ക് നോക്കാം. അപ്പോ ഈയൊരു ചർച്ച നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ഒരു ചോദ്യം ചോദിക്കാം. എന്റെ ജീവിതത്തിൽ ഇന്ന്, ഈ നിമിഷം, എനിക്ക് ആരോടാണ് കുറച്ചുകൂടി കരുണ കാണിക്കാൻ പറ്റുക? ഒരുപക്ഷെ അത് നമ്മുടെ മാതാപിതാക്കളോടായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഇണയോടായിരിക്കാം, ചിലപ്പോൾ നമ്മൾ പിണങ്ങിയിരിക്കുന്ന ഒരു സുഹൃത്തിനോടായിരിക്കാം. ആരായാലും നമുക്ക് ആ ഒരു ചെറിയ ചുവടുവെപ്പ് നടത്താൻ ഒന്ന് ശ്രമിച്ചാലോ? സർവശക്തനായ അല്ലാഹു നമ്മെ എല്ലാവരെയും അവന്റെ കാരുണ്യത്തിന്റെ തണലിൽ ഉൾപ്പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും.